മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു അൾട്ടിമേറ്റ് ഗെയിമിംഗ് ഗൈസ്. പുതിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ എടുത്തിരുന്നു മൈൽസ് മൊറാലസ് ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് പീറ്റർ പാർക്കറിനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്രൈം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അങ്ങോട്ട് വിടാം ഗൈസ്. 500 മീറ്റർ ഡിസ്റ്റൻസാണ്. നമുക്ക് പറന്നടിച്ച് വിടാൻ ഗൈസ്. ഈ ഒരു വെബ് വിങ്സ് ഉണ്ടല്ലോ, വേറെ ലെവൽ സാധനം കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാം. കുറച്ച് അനോയിങ് ആണ് ചില സമയത്ത്. അത് നമ്മൾ ആ ഒരു പതിയെ ഇങ്ങനെ വിട്ടാൽ മതി. ഓക്കെ, ഇവിടെ ഫ്ലെയിംസ് ആണ് ഗൈസ് ഉള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ അടയ്ക്കണം. ഇതൊക്കെ നമുക്ക് അടയ്ക്കാറായിട്ടുണ്ട്. ആദ്യം അതൊക്കെ നമുക്ക് അടച്ചു തുടങ്ങാം, എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് കിടക്കാം. ഇനി നമുക്ക് കുറച്ച് പണിയിടാം. ഇവിടെ ഒരു പരിപാടി കൂടിയുണ്ട്, ഒരു സ്ഥലം കൂടെ നടക്കട്ടെ. ഇനി നമുക്ക് അവിടെ കളി തുടങ്ങാം. ഇനി നമുക്ക് കളി തുടങ്ങാം. കാരണം അവർ ഫയർ ഫ്ലെയിംസിൻ്റെ ആൾക്കാരായതുകൊണ്ടാണ് ഫയറിന് ചിലർ ലാൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ കളിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്ലേ സ്റ്റേഷനിൽ തന്നെയാണ് കളിക്കുന്നത്. എന്നാൽ നമ്മുടെ ഫോണിലോട്ട് അത് സ്ട്രീം ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലാഗ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ യെസ്, പരിപാടി കഴിഞ്ഞ വേറെ പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കിട്ടാലോ. ഓ, അവിടെ ഉണ്ടോ കൾട്ടിസ്റ്റ്? എന്തോ പറഞ്ഞത് കേട്ടു. ഇപ്പോൾ ഒരു കൾട്ടിസ്റ്റ് ബാക്കിയുണ്ടല്ലോ. എടാ കൾട്ടിസ്റ്റ് ഇങ്ങോട്ട് വേണം. ഓ, ഇതിനകത്ത് നിൽക്കുക. ഓ പൊന്നുമോൻ, അതിനകത്തുനിന്ന് കളിക്കുക ഗൈസ്. സിറ്റിസൺസ് ടു ആംബുലൻസ്. ഇപ്പോൾ ഇവന്മാരെ നമ്മൾ ആംബുലൻസിലോട്ട് എടുക്കണം. കാരണം ഇവർക്ക് വയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ കൊണ്ട് നേരെ ആംബുലൻസിൻ്റെ അടുത്തോട്ട് വിടാം ഗൈസ്. ഉണ്ട് ഇപ്പോൾ നമ്മുടെ വെബ്സിൻ്റെ അവിടെ ഒരു റെഡ് കളർ കാണാൻ പറ്റില്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വെബ് വിടാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വെബ് വിടാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് കാണിച്ചാലോ, ഞങ്ങൾക്ക് വെബ് വിടാം കേട്ടോ. നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പോകാം ഗൈസ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നമുക്കൊരു 100 ബ്ലൈൻഡ് അങ്ങോട്ട് പോയാലോ അല്ലേ? ഒരു 100 ബ്ലൈൻഡിലോട്ട് വിടാം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് മാർക്കോസ് മെമ്മറീസിലോട്ട് വിടാം. ഒരു OG സ്ഥലമാണ് ഈ മാർക്കോസ് മെമ്മറീസ് എന്ന് പറയുന്നത്. കാരണം മാർക്കോസ് മെമ്മറീസാണ് നമ്മുടെ OG ക്യാരക്ടർ. അതെ ഗൈസ്, നമ്മുടെ മാർവൽ സ്പൈഡർമാൻ സീരീസിലത്തെ ഫസ്റ്റ് വില്ലനാണ് ഇവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കളിക്കുന്നത് ഗൈസ്. പിന്നെ പുതിയൊരു ഗെയിം ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കളി തുടങ്ങാം കേട്ടോ ഗൈസ്. അടുത്ത എപ്പിസോഡ് മുതൽ, അടുത്ത സ്പൈഡർമാൻ്റെ എപ്പിസോഡ് മുതൽ ഞാൻ തുടങ്ങുന്നതായിരിക്കും. എനിക്ക് സത്യം പറയാൻ അത് ചെയ്യാൻ കുറച്ച് മടിയാണ് ഗൈസ്. കാരണം സ്പൈഡർമാൻ ഇപ്പോൾ 2 പ്രാവശ്യം ഡിഫീറ്റ് ചെയ്തേ ഉള്ളൂ. സ്പൈഡർമാൻ അല്ല, 2 പ്രാവശ്യം എല്ലാ ബോസസിനും ഡിഫീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി പിന്നെയും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ച് മടിയുള്ള കാര്യം തന്നെയാണ്. ഓക്കെ മച്ചന്മാരെ, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിമിഷം സാൻഡ്മാൻ ഇങ്ങോട്ട് വരും. സാൻഡ്മാൻ മീൻസ് സാൻഡ്മാൻ്റെ ക്ലോൺസ് ഡായും. ഇവർ പിന്നെ ഭയങ്കര വീക്കാണ് ഗൈസ്. കണ്ടോ, ഞാൻ വെറുതെ ഒന്നൊരു ചെറിയ കറണ്ട് അടിച്ചപ്പോഴേക്കും എല്ലാവരും കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അവർ അനങ്ങില്ല കേട്ടോ. കാരണം അങ്ങനെ അത്രയും വീക്കാണ് ഈ ഒരു വില്ലൻസ് ഒക്കെ. കണ്ടോ, അവർ തന്നെ പൊട്ടിപ്പോവുള്ളൂ. കണ്ടോ, പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇത്രയും ഈസിയാണ് മാർക്കോസ്. കാരണം മാർക്കോ നമ്മുടെ ഫസ്റ്റ് വില്ലനാണല്ലോ.
ഇപ്പം എൻ്റെ കൺട്രോളർ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഗൈസ് ഇതാണ് സാധനം. മാർക്കോ എന്തൊക്കെയോ പറയുന്നത്. മാർക്കോൻ്റെ മെമ്മറി ആണല്ലോ ഇത്. മാർക്കോൻ്റെ മെമ്മറിയാണ് ഗൈസ് ഈ സ്റ്റോണിനകത്തുള്ളത്. ഇതാ കണ്ടോ. അപ്പോൾ യെസ്, എല്ലാ മെമ്മറീസും ഉണ്ട്. ഇപ്പം മാർക്കോ ശരിക്കും നമ്മുടെ ജയിലിലാണ് ഗൈസ്. അതാണ് പറയുന്നത്. മാർക്കോ ഇപ്പോൾ ആ ഒരു ജയിലിലാണ്. നമ്മുടെ ഒരു ടീംസ് കൊണ്ടുപോയിട്ടുണ്ട് മാർക്കോനെ. ആ ഒരു ജയിലിലാണ് നമ്മുടെ മാർക്കോണ്ണനുള്ളത്. പുള്ളിക്കാരൻ ചിലപ്പോൾ ചാടി വരും ഗൈസ്. സ്പൈഡർമാൻ 3 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ചാടി വരുമില്ലെന്ന്. പിന്നെ നമുക്ക് നമ്മുടെ സ്യൂട്ടൊക്കെ, എൻ്റെ സ്യൂട്ട് കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ ഗൈസ്. എൻ്റെ സ്യൂട്ട് കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ സ്യൂട്ട് കളക്ഷൻ. ആദ്യത്തെ സ്യൂട്ട് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, ആദ്യത്തെ സ്യൂട്ട് ഈ ഒരു സ്യൂട്ടാണ്, അഡ്വാൻസ്ഡ് സ്യൂട്ട് 2.0. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് സ്യൂട്ടാണ് നമ്മൾ മാർവൽ സ്പൈഡർമാൻ 1 യൂസ് ചെയ്തിരുന്നത് ഗൈസ്. എന്നാൽ മാർവൽ സ്പൈഡർമാൻ 2 ഇറങ്ങിയതോടുകൂടി നമുക്ക് ആ ഒരു സ്കിന്നിനൊരു ചേഞ്ച് വന്നു. അപ്പോൾ നേരെ ഈ ഒരു സ്കിന്ന് കിട്ടി. പക്ഷേ ഈ ഒരു സ്കിന്നിൽ നമുക്കിതാ വെനത്തിൻ്റെ പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. അതൊന്നും ഇതിലില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് 2.0 സ്യൂട്ട്. അതിനുശേഷം 2 നോർമൽ സിംബയോട്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആൻറ്റി വെനം സ്യൂട്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് കാണാം ഇതുണ്ട്, എന്താണ് നമ്മുടെ ന്യൂ ഗെയിം പ്ലസിൻ്റെ ഇതുണ്ട്. അതിനുശേഷമാണ് ക്ലാസിക് സ്യൂട്ട്. ഈ സ്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ ഗെയിമൊക്കെ തുടങ്ങിയ സമയത്ത് എപ്പോഴും യൂസ് ചെയ്തിരുന്നൊരു സ്യൂട്ടാണിത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെ എനിക്ക് ഈ സ്യൂട്ടിനോടുണ്ടെന്ന് പറയാം. അതുപോലെ പിന്നെ ഉള്ളത് ഇതാ സ്കാർലെറ്റ് സ്യൂട്ട്, പിന്നെ അഡ്വാൻസ്ഡ് സ്യൂട്ട് നോർമൽ, പിന്നെ കുമോ സ്യൂട്ട്, പിന്നെ 1999 സ്യൂട്ട്, പിന്നെ അമേസിങ് സ്പൈഡർമാൻ 2 സ്യൂട്ട്, അമേസിങ് സ്പൈഡർമാൻ 1 സ്യൂട്ട്, ഹൈബ്രിഡ് സ്യൂട്ട്, വേറെ സ്കാർലെറ്റ് സ്പൈഡർ സ്യൂട്ട്, സുപ്പീരിയർ, പിന്നെ ആൻറ്റി ഓക്ക്, പിന്നെ സ്കാർലെറ്റ്, പിന്നെ ഇൻറ്റു ദ സ്പൈഡർവേഴ്സ് നോയറിൻ്റെ സ്യൂട്ടാണ്. ഇത് ഇട്ടിട്ട് നമുക്ക് നോയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനൊക്കെ ആക്കാൻ പറ്റും. പിന്നെ ഇതാ നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ വിത്ത് വെനം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെനത്തിൻ്റെ തന്നെ ഒരു OG ടൈപ്പ്, അതായത് മറ്റേ ബ്ലൂ ആൻഡ് റെഡ് ലൈൻസ് ഉള്ളതില്ലേ ആ ഒരു സ്യൂട്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് സ്യൂട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഫൈറ്റ് ചെയ്യാൻ, ഡോക്ടർ സ്ട്രേഞ്ചിലല്ലോ ആരാണ് ഇലക്ട്രോനെ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇട്ടതാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. പിന്നെ ന്യൂ റെഡ് ആൻഡ് ബ്ലൂ സ്യൂട്ട് നമ്മുടെ നോവേ ഹോമിൽ ലാസ്റ്റ് ഈ ഒരു സ്യൂട്ട്, നമ്മുടെ അയൺ സ്പൈഡി സ്യൂട്ട്. നമ്മുടെ സ്പൈഡർമാനെ മറന്നപ്പോൾ സ്പൈഡർമാൻ ഇട്ട് വന്നിട്ടുള്ള പുതിയ സ്യൂട്ടാണ് ഈ സ്യൂട്ട്. ഞാൻ ബേസിക്കലി അയൺ സ്പൈഡർമാൻ സ്യൂട്ട് കുറേ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം, നമ്മുടെ ക്ലാസിക് സ്പൈഡർമാൻ സ്യൂട്ട് ഗൈസ്. അതിപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ പോരെ ഗൈസ്. അടുത്ത ദിവസം ഞാൻ എന്തായാലും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് അൾട്ടിമേറ്റ് തോർ ഗെയിമർ signing off. Bye guys.